ഇന്ന് എന്താന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ചില സമയം നോക്കുമ്പോൾ റെഡ് ആയിട്ട് ഫില്ലായിട്ട് റെഡിലെ കളറായിട്ട് നമുക്കൊന്ന് കാണാറുണ്ട്. നമുക്കപ്പോൾ ഡാറ്റ ഷെയർ ചെയ്യാനോ സേവ് ചെയ്യാനോ അങ്ങനൊന്നും ഓപ്ഷൻ കിട്ടാറില്ല. അപ്പോൾ അത് പെട്ടെന്ന് എങ്ങനെ പരിഹരിക്കാം, ചെറിയ രീതിയിൽ തോതിൽ നമുക്ക് അത്യാവശ്യമായ ഡാറ്റാസ് എങ്ങനെ സേവ് ചെയ്യാം, എങ്ങനെ ഷെയർ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ആക്കി കിട്ടാം, ആ ഒരു നോക്കുന്നൊരു ചെറിയൊരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതിൻ്റെ ടെമ്പ് ഫയൽസും ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിൻഡോസ് ആർ എന്ന വിൻഡോ കീ പ്ലസ് ആർ ബട്ടൺ പ്ലസ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് ബോക്സ് വരും. അപ്പോൾ നമ്മളെന്ത് ടെമ്പ് അടിക്കുക, TEMP ടെമ്പ് അടിച്ചിട്ട് നമ്മളത് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം ഒരു പെർമിഷൻ ചോദിക്കും. ഓക്കെ, അതായത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് വേണ്ടത് ഇത്രയും ഫയൽസ് ഷോർട്ട് കട്ട് അങ്ങനെ ടെമ്പ് ഫയൽസ് കംപ്ലീറ്റ് വരും. ഓക്കെ, അപ്പോൾ നമ്മളത് ഓരോന്നായി സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്ത് തന്നെ നമുക്ക് എല്ലാം സെലക്റ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ നമുക്ക് ചിലത് ഫയൽസ് പോവില്ല. അപ്പോൾ നമ്മളെന്താ ആ ഫയൽസ് എല്ലാം ടിക്ക് ഇട്ടിട്ട് നമുക്ക് സ്കിപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഇത് സെയിം മെത്തേഡ് തന്നെ. വിൻഡോസ് പ്ലസ് ആർ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് ടെമ്പിന് വരും മുന്നേ നമ്മൾ പെർസെൻറ്റേജ് ചേർക്കുക. അപ്പോൾ പെർസെൻറ്റേജ് ടെമ്പ് TEMP പെർസെൻറ്റേജ് കൊടുക്കുക. രണ്ട് ഫ്രണ്ടിലും ലാസ്റ്റിലും ഓരോ പെർസെൻറ്റേജ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ചിലത് ഫയൽ മുന്നേൽ പോവാത്ത ഫയൽ ഇതിൽ കണ്ടിന്യൂ ആയിട്ട് വരും. അപ്പോൾ ഇതും എല്ലാം ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഡിലീറ്റ് പ്രസ് ചെയ്യുക. എന്നിട്ടും ചില ഫയൽസ് പോവില്ല. അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് കൊടുക്കണം. അതുപോലെ നമുക്ക് ടിക്ക് കൊടുക്കുക, സ്കിപ്പ് ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, അത് ക്ലോസ് ചെയ്യുക. അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ആരും അധികം പരിചയമില്ലാത്തൊരു കമൻറ്റാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത് 2 വട്ടം ചെയ്തിട്ട് പോവാത്ത ഡാറ്റാസ് നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ വീണ്ടും വിൻഡോസ് ആർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ബോക്സ് വരും. അതിൽ പ്രീഫെക്റ്റക് എന്ന് പറയുക, PREFETCH. ഓക്കെ, അപ്പോൾ അത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ പെർമിഷൻ ചോദിക്കും. അപ്പോൾ ആ പെർമിഷൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് അത്രയും ടെമ്പ് ഫയലും ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. ഓക്കെ, അത് ഇതുപോലെ കൺട്രോൾ പ്രസ് ചെയ്യുക, ഫുൾ സെലക്ട് കൊടുക്കുക. ഓക്കെ, കൊടുത്ത ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിന് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ ഡിസ്കിൽ നിന്നാണ് ഒഴിവായി കിട്ടും. നമുക്കിപ്പോൾ സിയിലാണ് ഫുൾ ഫില്ലായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് സിയുടെ മാത്രം ഡാറ്റാസ് ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് ഡിസ്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും ഇതേപോലെ വിൻഡോസ് ആർ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ക്ലീൻ MGR കൊടുക്കുക, CLEANMGR. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് C ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. അതിൽ D ഡ്രൈവ് ഉണ്ടെങ്കിൽ D എടുക്കാം. ഒന്നിന് കൂടുതൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ അപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്ത് നമ്മൾ C ആണുള്ളത്, സിയിലാണ് ഫില്ലായിരിക്കുന്നത്. C സെലക്ട് ചെയ്ത് അതിൽ വേണ്ടത് ഓപ്ഷൻസ് നോക്കി വേണ്ടാത്തതാണെന്ന് ജസ്റ്റ് നോക്കി അതെല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴത്തൊരു OK ബട്ടൺ ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിലില്ലാത്ത ഫയൽസ് കംപ്ലീറ്റും സെലക്ട് ചെയ്യാൻ പറ്റും. മുന്നേ ചെയ്തതിലൊന്നും സെലക്ട് ആവാത്ത ഫയൽസ് അല്ല ഇതിൽ സെലക്ട് ആവുകയും ചെയ്യും. അത് കംപ്ലീറ്റ് അത് റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണം, അതിൽ ഡൗൺലോഡ്സ് ഫയൽ ഇതിൽ വരാറുണ്ട്. അപ്പോൾ ഡൗൺലോഡ്സ് ഫയൽസ് ഇതിലുണ്ടോ എന്ന് ആദ്യം കൺഫേം ചെയ്യുക. ഇല്ലെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ഫയൽസും അങ്ങനെ റിമൂവ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ 3-4-5 ടൈപ്പ് പറഞ്ഞിട്ടുണ്ട് കമൻറ്റ്സ് വെച്ചിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഫില്ലായിട്ട് ഉള്ളത് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.